ക്രൈസ്തലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി യൂട്യൂബിൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ദൈവം മുമ്പാകെ താണിരിപ്പാൻ സർവകൃപാലുവായ ദൈവാടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത സംഘടനാ വ്യത്യാസമന്യേ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ കൂടെ മനുഷ്യർ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിൽ പ്രത്യാശയുള്ള ദൈവജനത്തിന് ദൈവവചനം വെളിച്ചമായി, ആശ്വാസമായി, പ്രത്യാശയായി കൂടെ ഉള്ളതോർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ യുദ്ധങ്ങൾ, യുദ്ധക്കെടുതികൾ, ക്ഷാമങ്ങൾ എല്ലാം നേരത്തെ തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിച്ചിരുന്നതാണ്. 2025 ലാസ്റ്റ് 26 യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ ഉണ്ടാകുമെന്നും മൊത്തത്തിൽ ഒരു ഭീതി പരത്തുന്ന ഒരു അനുഭവം ഉണ്ടാകുമെന്നൊക്കെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചു. എന്തായാലും സമാധാനപരമായി രാഷ്ട്രത്തലവന്മാർക്ക് സമാധാനം കൊടുക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തെയും കാത്തു പരിപാലിക്കുന്നത് ഓർത്ത് നമുക്ക് നന്ദി പറയാം. സകല പുകഴ്ചയ്ക്കും സ്തുതിക്കും യോഗ്യനായ കർത്താവായ യേശുക്രിസ്തുവിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ഒരു വാക്യം വായിച്ച് മുൻപോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവെഴുത്തെന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 31:5 വാക്യമാണ്. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരുശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തു സൂക്ഷിക്കും, കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. ഇതിൻ്റെ ഭാഗം വായിക്കണമെങ്കിൽ 4 വാക്യം കൂടെ ചേർത്ത് വായിച്ചെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 31:4 കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. യഹോവ എന്നോട് ഇപ്രകാരം അരുളിച്ചെയ്തിരിക്കുന്നു: സിംഹമോ ബാലസിംഹമോ ഇര കണ്ട് മുരളുമ്പോൾ ഇടയക്കൂട്ടത്തെ അതിൻ്റെ നേരെ വിളിച്ചു കൂട്ടിയാലും അത് അവരുടെ കൂക്കുവിളി കൊണ്ട് പേടിക്കാതെയും അവരുടെ ആരവം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരും. ഇതിൻ്റെ പശ്ചാത്തലങ്ങൾ പഠിക്കണമെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ചോദ്യം ഉയരുകയാണ്. എന്തുകൊണ്ട് ഒരു പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ ദൈവം യെരുശലേമിനെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ തിരുവെഴുത്തുകളിൽ കൂടെ നമ്മൾ പരിശോധിച്ചാൽ ഒരാൾ ചോദിച്ചു, ദൈവം വാക്ക് മാറിയോ എന്ന്. ഞാൻ പറഞ്ഞു, ദൈവം വാക്ക് മാറിയിട്ടൊന്നുമില്ല. വാക്ക് മാറാത്ത ഒരേ ഒരുവനേ ഉള്ളൂ, അത് നസ്രയനായ യേശുക്രിസ്തു തന്നെയാണ്, വേറെ ആരുമില്ല. എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ദൈവം മൗനമായിരിക്കുന്നു? എന്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിന്
വിജയമാണോ എന്ന് ചോദിച്ചാൽ വിജയവുമല്ല, പരാജയമാണോ എന്ന് ചോദിച്ചാൽ പരാജയമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ്. ഒരിക്കൽ ലോകരാഷ്ട്രങ്ങൾ ഭയന്നുകൊണ്ടിരുന്ന രാജ്യത്തിനകത്ത് കേരളത്തിൻ്റെ 3/4, അതായത് 7 ജില്ലയുടെ അത്രേ ഉള്ളെന്ന് ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. ഇത്രയുള്ള ഒരു രാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾ ഭയന്നുകൊണ്ടിരുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ ഇറാൻ ഇസ്രായേലിൻ്റെ മതിലിനകത്ത് തീ അയക്കുന്നതിൻ്റെ കാരണമെന്താ? ബാക്കിയൊക്കെ എല്ലാവർക്കും അറിയാൻ, കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഗസയുടെ ദൈവം ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും, അവരുടെ അരമനകളെ ദഹിപ്പിച്ച് കളയുമെന്ന് ആമോസ് പ്രവാചകൻ ശക്തമായി ദൂത് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യത്തെ ഇവർ ശബത്ത് നാളിൽ ഗസയ്ക്കകത്ത് തീ അയച്ചതും ഒക്കെ നമ്മളവിടെ കാണുകയാണ്. ഞാൻ ആരെയും കുറ്റം പറയാനല്ല, മുസ്ലിം സഹോദരനെയും കുറ്റം പറയുന്നില്ല, ഇസ്രായേലിനെയും ഞാൻ കുറ്റം പറയുന്നില്ല. ഇവരൊക്കെ തമ്മിലടിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും ഒന്നും അറിയാത്ത, മനസ്സാവാച കർമ്മണ അറിയാത്ത നിരപരാധികളാണ് ചത്തൊടുങ്ങുന്നത്. പക്ഷേ അതൊക്കെ കാണുമ്പോൾ വിഷമമുണ്ട്, കേൾക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ നമ്മളെ കൊണ്ടൊന്നും കഴിയുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനം ഉണ്ടല്ലോ, അവർ ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ട് നാം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമെങ്കിൽ, ഐക്യതയോടെ എല്ലാവരും ഒന്നായി ചേർന്ന്, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാവരും ഒന്നായി ചേർന്ന് നാം ലോകരാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, അധികാരികളോട് ഇടപെടുന്ന ദൈവമുണ്ട്, രാജാക്കന്മാരെ വാഴിക്കുകയും വീഴിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധി നിലവിളിക്കുമ്പോൾ ദൈവം അടങ്ങിയിരിക്കത്തില്ല. രമ്യാവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, രമ്യാവിൻ്റെ വിലാപങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ രമ്യാവ് പറയുകയാണ്, 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിലാപങ്ങൾ 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദയയാണെന്ന് പറഞ്ഞിട്ട് രാത്രികാലങ്ങളിൽ യാമാരംഭങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കാൻ പറയുകയാണ്, ഓലല കണ്ണുനീരൊഴുക്കുവാൻ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർ വിലാപമതിലിങ്കൽ ചെന്ന് നിലവിളിച്ചിട്ടും എന്തുകൊണ്ട് ഇസ്രായേലിൽ ഈ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിനൊരു വചനം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തയിലേക്ക് കടക്കുകയാണ്. അവിടെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം തന്നെ 31-ാം അധ്യായം പുള്ളു പഠിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. 31-ന്റെ 6 പറയുന്നു, ദൈവം വിളിക്കുക, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇത്ര കഠിനമായി മത്സരിച്ച് ത്യജിച്ചു കളഞ്ഞവൻ്റെ അടുക്കലേക്ക് തിരിവിൻ. ഇതാണ് ദൂത്. ത്യജിച്ചു കളഞ്ഞവൻ്റെ അടുക്കലേക്ക് മനം തിരിയുക എന്ന പ്രവാചകനിൽ കൂടെ ദൈവാത്മാവ് സംസാരിച്ചത്. ഇവർക്ക് മത്സരികളാണ് ഇവരാരെ അനുസരിക്കാത്ത ഒരു കൂട്ടം, ഒരു മനുഷ്യനെ അനുസരിക്കില്ല. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിനെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഒരു ചെകിട്ടത്തടിച്ചാൽ മറു ചെകിട്ട കൂടെ കാണിച്ചു കൊടുക്കണം. ഒരു ചെകിട്ടത്തടിച്ചാൽ മറു ചെകിട്ടത്തൂടെ അടിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് അത് അവർ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഞാനവിടെ ഒരു ദൂത് പറയാം, ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കുക, മാറേണ്ടിടത്ത് മാറുക, ഒഴിഞ്ഞു മാറേണ്ടിടത്ത് ഒഴിഞ്ഞു മാറുക, പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക. ഇതാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചൊരു മാതൃക. മിണ്ടാതിരുന്നു, ഒഴിഞ്ഞു മാറി,
പ്രതികരിച്ചു. ആലയത്തിൽ വിൽപ്പന കച്ചവടം നടത്തിയപ്പോഴത്തേക്ക് വ്യാപാര സ്ഥാപനമാക്കിയപ്പോൾ പ്രതികരിച്ചു. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാര്യമാണ്. ഞാനതിൽ കിടക്കുന്നില്ല. എൻ്റെ ചിന്താവിഷയം അതല്ല. ചിന്താവിഷയം ഇതാണ്: എന്തുകൊണ്ട് ഒരു പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ യെരുശലേമിനെ കാത്തുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ദൈവം മിണ്ടാതിരിക്കുന്നു? 125 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ഒത്തിരി വാഗ്ദത്തങ്ങൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വാഗ്ദത്ത വചനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വാക്യം കൂടെ ഞാനൊന്ന് വായിക്കാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം തന്നെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു: എൻ്റെ ദാസനായ ദാവീദ് നിമിത്തവും അവൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 37:35 യെശയ്യാപ്രവചനം. എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും, എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും അവൻ ഈ നഗരത്തെ പാലിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനിനി എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരാം. ഒരിക്കൽ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് വിഷയത്തിലേക്ക് വരാം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം വായിക്കുമ്പോൾ, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ നീ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അതുകൊണ്ട് അടുത്ത പ്രവചനം നോക്കണേ, 38-ാം വാക്യം, മത്തായി 23:38. അതുകൊണ്ട് നിങ്ങളുടെ യൗവനം ശൂന്യമായി പോവും, അല്ലെങ്കിൽ ശൂന്യമായി തീരും. വിശദമായിട്ടൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇവരുടെ ദുഷ്ടത? ഇസ്രായേൽ മക്കളെ പറയുമ്പോൾ ചിലർക്കൊക്കെ ഞരമ്പ് പടയ്ക്കും. കാരണം ഇയാൾ ഇസ്രായേലിനെതിരാണെന്ന്. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ പോലും സ്നേഹിപ്പീനെന്ന്. ഞങ്ങളുടെയൊക്കെ തല വെട്ടുമെന്ന് പറഞ്ഞവരെ പോലും ഞങ്ങൾ സ്നേഹിക്കുന്നു. അതാണ് ഞങ്ങളുടെ രീതി. ഞങ്ങളോട് പിണങ്ങിയവരെ പോലും ഞങ്ങൾ സ്നേഹിക്കുന്നു, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവർ ഫോണെടുക്കുകയോ ഇല്ലയോ അത് നമ്മുടെ വിഷയമല്ല. ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അത് ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെക്കുറിച്ച് യേശുക്രിസ്തു തന്നെ പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ നോക്കിയാൽ, മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 35-ാം വാക്യം വായിക്കുന്നു: നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവരായി ബെരഖ്യാവിൻ്റെ മകനായ സക്കരിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെ ഈ തലമുറയുടെ മേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്. നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം വായിക്കുക. അടുത്തതായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുക.
യാഗപീഠത്തിന് നടുവിൽ വെച്ച് കൊന്നതായ, അവർ യാഗം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊന്നതായ, അവിടെ ഒരു രക്തപ്പുഴ ഒഴുകുകയാണ്. കൊന്നതായ രക്തം മുതൽ ബരക്യാവിൻ്റെ മകനായ സഖരിയാവിൻ്റെ രക്തം വരെ, നീതിമാനായ ബരക്യാവിൻ്റെ മകനായ സഖരിയാവിൻ്റെ രക്തം വരെ, സഖരിയാവ് വേറെ ഉള്ളത് കൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഈ രക്തം വരെ, ഇവരുടെ രക്തം, നീതിമാന്മാരുടെ രക്തം ഈ ഭൂമിയിൽ ഒഴുക്കിയത് കൊണ്ട് നിങ്ങളുടെ തലമുറകളുടെ മേൽ വരുമെന്ന് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. നിങ്ങളുടെ യേശു ക്രിസ്തു പ്രതികാരത്തിൻ്റെ ദൈവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 വട്ടം 2 വട്ടം 10 വട്ടം 100 വട്ടം പറഞ്ഞിട്ടും കേൾക്കാതെ വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് പോകേണ്ടി വരും. അതിൻ്റെ കാരണം ഇതാണ്: വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു. 1 വർഷം കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിലനിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. ഫലം കായ്ച്ചില്ല എങ്കിൽ വെട്ടിക്കളയാമെന്നാണ് പറയുന്നത്. എൻ്റെ ചിന്താവിഷയത്തിലേക്ക് കൂടി വരാം. എന്താണ് അതിൻ്റെ കാരണം? ഞാൻ ഈ 3 ചരിത്രം ഉണ്ട്, അതിലേക്ക് 3 കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. 1 ഹാബേലിൻ്റെ രക്തം, 2 ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി, 1, 2, 3 വാക്യം. യാഗപീഠത്തിനരികെ വെച്ച് കൊന്ന ഒഴുകിയ രക്തം, മനുഷ്യരക്തം, അല്ലാതെ കന്നുകാലിയുടെ രക്തമല്ല. അതുകൂടെ എടുത്തു പറയണമല്ലോ. അതിൻ്റെയൊക്കെ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ എല്ലാവർക്കും അറിയാം. ഹേരോദാവിൻ്റെയും പിലാത്തോസിൻ്റെയും ചരിത്രം പഠിച്ചാൽ മതി. അടുത്തതായിട്ട് കാണുന്നത് ബരക്യാവിൻ്റെ മകനായ സഖരിയാവിൻ്റെ രക്തം. ഉള്ള കാര്യം തുറന്നു പറഞ്ഞത് മൂലം 8-ാമത്തെ വയസ്സിൽ ഒരുത്തനെ കൊല്ലുവാൻ വേണ്ടി അഥല്യ എന്ന സ്ത്രീ യഹൂദ രാജാക്കന്മാരെ, കുഞ്ഞുകുട്ടികളെ അടക്കം കൊന്നുകളവാൻ പദ്ധതി ഒരുക്കി വന്നപ്പോൾ ഈ സഖരിയാവിൻ്റെ അപ്പന ജീവനെ രക്ഷിച്ചത്. ആ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്നും നന്ദി കെട്ട ഒരു കൂട്ടം ഉണ്ടല്ലോ, ഞാനതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ കല്ലെറിഞ്ഞ് ഉള്ളത് തുറന്ന് പറഞ്ഞത് മൂലം കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. അന്നത്തെ യഹൂദ രാജാവ് കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. ഞാൻ ആ ഭാഗം അവിടെ നിർത്തട്ടെ. ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്, 23-ാം അധ്യായത്തിൽ. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. ചോദ്യം ഇതാണ്: ദൈവം ഇസ്രായേലിനെ പരിപാലിക്കും എന്ന് പറഞ്ഞിട്ട്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല എന്നൊക്കെ അവർ കാത്തു പരിപാലിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ദൈവം മിണ്ടാതിരിക്കുന്നു? ഒരിക്കൽ യേശുക്രിസ്തു വിളിച്ച് പരീശന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ച 2 വിളിയുണ്ട്. ഒന്ന്, പാമ്പുകളെ എന്ന് വിളിച്ചു. യവന്മാരെ വിളിക്കുക. പരീശന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചത് പാമ്പുകളെ എന്നാ വിളിച്ചത്. രണ്ടാമത് വിളിച്ചത് സർപ്പസന്തതികളെ എന്നായി. സ്നാപക യോഹന്നാൻ വിളിച്ചതുപോലെ സർപ്പസന്തതികളെ എന്ന് വിളിച്ചു. ഇതിൻ്റെ കാരണം നമ്മൾ അത് വായിക്കുമ്പോൾ നമുക്കറിയാം. മത്തായി സുവിശേഷം തന്നെ 23-ാം അധ്യായം 24 മുതൽ 33 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു യവന്മാരെ പാമ്പുകളെ എന്ന് വിളിച്ചത്, സർപ്പസന്തതികളെ എന്ന് എന്തുകൊണ്ടാണ് വിളിച്ചത്? ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു കുരുടന്മാരായ വഴികാട്ടികളെ എന്ന് വിളിക്കുക. അതേ മത്തായി 23-ാം അധ്യായത്തിൽ ചുങ്കക്കാരൻ മത്തായി വിശദമായിട്ടെടുത്ത് എഴുതിയിരിക്കുകയാണ്. മത്തായി 23-ാം അധ്യായം വായിച്ചാൽ മതി. ഇന്ന് നടക്കുന്ന ലോക സംഭവങ്ങൾ മത്തായി 24-ൽ കിടപ്പുണ്ട്, പ്രവചന പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇതൊന്നും കൊണ്ട് ചിലരൊക്കെ വിളിച്ചു പോകുന്നത് പോലെ
ഇതൊന്നും ഒരു ലോകാവസാനമൊന്നും അല്ല, ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും ലോകാവസാനമൊന്നുമല്ല. ചിലർ പറയും ഈ തലമുറയിൽ തന്നെ വരും. ഇവർക്കൊക്കെ ഇത്ര നിർബന്ധം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഈ തലമുറയിൽ തന്നെ യേശു ക്രിസ്തു വരണമെന്ന് നിർബന്ധം എന്തുവാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ചോദ്യം അതാ. ഒരു കൂട്ടർ പറയുന്നത് ഈ തലമുറയിൽ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാം എന്നും പറഞ്ഞ് ഒരു കൂട്ടർ ഇറങ്ങുന്നു. ഒരു കൂട്ടർ മറ്റുള്ളവരെ കയ്യടി കിട്ടാൻ വേണ്ടി ഒരു കൂട്ടർ പറയുന്നത് ഇപ്പം തന്നെ ലോകാവസാനം, ഇതാ 3-ാം ലോക മഹായുദ്ധം ഇതാ വന്നു കഴിഞ്ഞു, വരട്ടെന്ന്. നമ്മളെന്തിനാ പേടിക്കുന്നത്? ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ആ നിത്യതയുടെ വെളിപ്പാടുള്ള നമ്മളൊക്കെ എന്തിനാണ് പേടിക്കുന്നതെന്ന് മാനുഷികമായി ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 27:10 മുതൽ 44 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് യാത്ര ചെയ്ത കപ്പലിൽ 27:37 ഞങ്ങളാകപ്പാട് 370-ലധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 27:37 കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ അപ്പോസ്തലനായ പൗലോസ് കൂടെ കൂടെ പ്രാർത്ഥിക്കുക. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ഉടയവൻ ഇന്നലെ രാത്രിയിൽ എന്നോട് ഇടപെട്ടു. എന്താ ഇടപെട്ടത്? നിങ്ങളുടെ പ്രാണന് ഹാനി വരത്തില്ല എന്ന് ഒരു ശബ്ദം താൻ കേട്ടു. കാരണം ഞാനവിടെ ഒരു ചിന്ത പറയാം, എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഞാനവിടെ ഒരു ആത്മീയചിന്ത തരാം. അദ്ദേഹം അപ്പോസ്തലനായ പൗലോസ് യാത്ര ചെയ്യുന്ന കപ്പലിന് കാറ്റടിച്ചാൽ, ഈശാനമൂലൻ കാറ്റടിച്ചാൽ അത് തകരും. അത് അപ്പോസ്തലനായ പൗലോസിനും ബുദ്ധിമുട്ട് തന്നെയാണ്, എൻ്റെ ഭാഷയെ പറഞ്ഞ. അല്ലാതെ അപ്പോസ്തലനായ പൗലോസിനെ മാത്രം രക്ഷിച്ചിട്ട് ബാക്കി കപ്പലിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരെ മുഴുവനും കൊല്ലുന്ന ദൈവത്തെ അല്ല ഞങ്ങൾ വിളിക്കുന്നത്. ഇവിടെ ഒരു കാറ്റടിച്ചാൽ എല്ലാവരെയും ബാധിക്കും. അതിൽ ഹിന്ദു എന്നില്ല, ഹിന്ദു സഹോദരങ്ങളെന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല, മുസ്ലിം സഹോദരങ്ങളെന്നില്ല, എല്ലാവർക്കും കിട്ടും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ചിലരെയൊക്കെ പരിപാലിക്കും. ഞാനിങ്ങനെ പ്രസംഗത്തിൽ പറയാറുണ്ട്. പുറപ്പാട് ദിവസം 14-ാം അധ്യായം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ മോശയോട് ദൈവം പറഞ്ഞു, ചെങ്കടലിലേക്ക് കൈനീട്ടാൻ പറഞ്ഞു. 14-21 മുതലുള്ള ഭാഗങ്ങൾ. ദൈവശക്തിയായ കിഴക്കൻ കാറ്റ് രാത്രി മുഴുവനും അടിച്ചിട്ടും മാറേണ്ടത് മാറിയതേ ഉള്ളൂ, അല്ലാതെ ജനത്തിനൊരു പോറൽ പോലും ഏൽപ്പിച്ചില്ല. ഇവിടെ കാറ്റടിച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ബാധിക്കും. പക്ഷേ അവിടെ അങ്ങനല്ല. പുറപ്പാട് ദിവസം 10-ാം അധ്യായം 20 മുതൽ 24 വരെ വായിക്കുമ്പോൾ അവിടെയും കിടപ്പുണ്ട്. അവിടെ ഒരു കൂട്ടർക്ക് ഫറവോനും കൂട്ടർക്കും 3 ദിവസക്കാലം ഇരുളും, തമ്മിൽ കാണാതിരുന്ന ഇരുളും അന്ധകാരവും, ഇസ്രായേൽ ജനം താമസിച്ചടുത്ത് വെളിച്ചവും. ഇങ്ങനെയൊക്കെ തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ടെങ്കിലും അതെന്താ അങ്ങനെ വന്നത്? എന്നാൽ മത്തായി 5:45 നിങ്ങൾ വായിച്ചു നോക്കിയേ. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവായ യേശുക്രിസ്തു എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. എല്ലാവർക്കും മഴ പെയ്യിക്കുമ്പോൾ എല്ലാവർക്കും മഴ കൊടുക്കുന്നു, വെളിച്ചം കൊടുക്കുമ്പോൾ എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നു. മത്തായി 5:45 യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തിരുവെഴുത്തുകളിൽ കാണുന്നുണ്ട്.
എന്നാൽ ഇവിടെ ഒരു കാറ്റടിക്കട്ടെ, എല്ലാവരെയും ബാധിക്കും. എന്നാൽ ഞാൻ പറഞ്ഞത് അപ്പോസ്തലപ്രവൃത്തി 27 പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ ആ 276 പേരെയും കപ്പലിലുണ്ടായിരുന്ന അപ്പോസ്തലപ്രവൃത്തി 27:37 ആ 276 പേർക്കും കപ്പലുടഞ്ഞു, പലകയിൽ പിടിച്ചും നീന്തിയൊക്കെ അവർ രക്ഷപ്പെട്ടില്ലേ? ഒരുവൻ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ. നമുക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രാഷ്ട്രത്തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ലോകമെമ്പാടും ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ജയിലിൽ കിടക്കുന്ന സുവിശേഷ നിമിത്തം ജയിലിൽ കിടക്കുന്ന ദൈവദാസന്മാർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ ദൂത് മാറി പോവുകയാണ്, എന്നാലും വേണ്ടിയില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കാം, പോലീസ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നീതിന്യായം നടത്തുന്ന ജഡ്ജിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കേരളത്തിൽ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നല്ലോ, സമാധാനപരമായി കാര്യങ്ങൾ നടക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്മിലടിച്ച് ആരും മരിക്കാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ, കുടുംബങ്ങൾ അനാഥമായി പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഗ്രാമങ്ങളിൽ സുവിശേഷീകരണം നടത്തുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആർക്കാ പ്രാർത്ഥിക്കാൻ സമയം? ആർക്കും സമയമില്ല. ഞാൻ പറയുന്നത് വേണമെങ്കിൽ കർത്താവ് ചെയ്തു തരും എന്നുള്ള ചിന്താഗതിയൊക്കെ എല്ലാവരുടെ ഉള്ളിൽ വന്നതുകൊണ്ട്, ഇവരുടെയൊക്കെ പോക്കറ്റിലാണ് യേശു ക്രിസ്തു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു, ബാങ്കിൽ കാശുണ്ട്, കുഴപ്പമൊന്നുമില്ല, 2 തലമുറ 4 തലമുറയ്ക്ക് തിന്നാനുള്ള കാശുണ്ട്, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? പിന്നെ എന്തിനാ സഹോദരങ്ങളെ പ്രാർത്ഥിക്കുന്നേ? പ്രാർത്ഥന വേണ്ട, പ്രാർത്ഥിക്കേണ്ട, എല്ലാം ഉണ്ടല്ലോ. കയറി കിടക്കാനില്ലാത്തവരുണ്ട്. നമ്മൾ നല്ല ഭവനങ്ങളിൽ കിടക്കുമ്പോൾ കയറി കിടക്കുവാൻ നിവൃത്തിയില്ലാത്തവരെ കൂടെ ഒന്ന് ഓർക്കണം. നമ്മൾ എവിടെ നിന്നു, ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നൊന്ന് തിരിഞ്ഞു നോക്കണം. ആരും അതൊന്നും ചിന്തിക്കാറില്ല, നോക്കാറില്ല. ഞാൻ പറയുന്നത് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ കൃപ പകരപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞങ്ങ് നിർത്തിയെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ നോക്കി, ഇലക്ഷന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ നോക്കി, അവരുടെ അവസ്ഥയെ നോക്കി, എല്ലാവരെയും എന്ത് നുണ പറഞ്ഞാലും വേണ്ടിയല്ല. രാഷ്ട്രീയത്തിൽ പിന്നെ സത്യം എന്ന് പറഞ്ഞത് ഇല്ല, അത് ആത്മീയ കുളത്തിലും ഇല്ല, അത് വേറൊരു സത്യം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനെന്ന് ഞങ്ങളുടെ ബൈബിളിലൊരു വാക്യമുണ്ട്, ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. സത്യമില്ല. ചിലരുടെയൊക്കെ പേര് സത്യൻ എന്നാ, ഒരു സത്യവുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. 2 പേര് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്തുകൊണ്ട് നിങ്ങളുടെ ദൈവം ഇസ്രായേലിൽ ഇറാൻ ബോംബ് വർഷിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം മിണ്ടാതിരിക്കുന്നു? കാത്തു സൂക്ഷിക്കാമെന്ന് പറഞ്ഞതല്ലേ, കാത്തു രക്ഷിക്കാമെന്ന് പറഞ്ഞതല്ലേ, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ കാക്കാമെന്ന് പറഞ്ഞതല്ലേ, 7 മലകളാൽ ചുറ്റപ്പെട്ട യെരുശലേമിനെ കാത്തു പരിപാലിക്കുമെന്ന് 125 സങ്കീർത്തനത്തിൽ പറഞ്ഞതല്ലേ? എന്നിട്ടെന്തുകൊണ്ട് ജനത്തിൻ്റെ പാപം, മത്സരം, ദൈവദാസന്മാരെ കല്ലെറിഞ്ഞു കൊന്നു, നിരപരാധിയായ ദൈവവചനം കറക്റ്റായിട്ട് പ്രസംഗിച്ച, കൃപയും ശക്തിയും നിറഞ്ഞ സ്തേഫാനോസിനെ അപ്പോസ്തലപ്രവൃത്തി 6:8 മുതൽ 7:60 ഭാഗങ്ങൾ വായിച്ചാൽ മതി. നിരപരാധിയെ കല്ലെറിഞ്ഞു കൊന്നു. അവർക്ക് കല്ലെറിയാൻ നല്ല വശമാണ്. ഇന്ന് പിന്നെ നാവ് കൊണ്ടുള്ള ഏറ നടക്കുന്നത്. ഇന്ന് കല്ലൊന്നും എടുത്ത് എറിയുന്നില്ല ആരും.
കല്ലേറൊക്കെ ഇപ്പോൾ ഈയിടെ ഇച്ചിരി കുറവ്. മറ്റേ ബസ്സിന് കല്ലേറ്, അതിന് അങ്ങ് ചുമ്മാ ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കല്ലേറാണ്. പക്ഷെ ഇപ്പോൾ ആ പരിപാടിയൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ചില ബുദ്ധിയില്ലാത്തതൊക്കെ മുതൽ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചിലരാ പറഞ്ഞ ആ ചിലരൊക്കെ കല്ലെറിയാറുണ്ട്. അത് വിവരമില്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ വിവരമില്ലാത്തതുകൊണ്ടാണ്. ഒരു മുതലും ആരുടെയും നശിപ്പിക്കാൻ പാടില്ല, ഒന്നും നശിപ്പിക്കാൻ പാടില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞ ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കി കളയാൻ പാടില്ല. അതാണ് ദൈവത്തിൻ്റെ നീതി, ന്യായം. ഈ അബ്രാമിൻ്റെ സന്തതികൾക്ക് എന്തുകൊണ്ടാണ് യുദ്ധം തീരാത്തത്? എന്തുകൊണ്ടാണ് അബ്രാമിൻ്റെ സന്തതികൾക്ക് യുദ്ധം എന്തുകൊണ്ട് തീരുന്നില്ല? ഒന്ന്, എവിടെ തുടങ്ങി യുദ്ധം? ബൈബിളിലെ ഒന്നാമത്തെ യുദ്ധം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം. നാല് രാജാക്കന്മാർ, ചുരുക്കി പറയുകയാണ്, യുദ്ധം ചെയ്ത് സോദോമിലുണ്ടായിരുന്ന തൻ്റെ സഹോദരനായ ലോത്തിനെ, കുടുംബത്തെ, അവരുടെ സമ്പത്തിനെയും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഇവരെല്ലാം പിടിച്ചു കൊണ്ടുപോയി. ആ ഭാഗം എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് കേട്ട ഉടനെ, ഇത് അറിഞ്ഞ ഉടനെ എബ്രായനായ, അങ്ങനെ എഴുതിയിരിക്കുന്നത്, അബ്രാം തൻ്റെ വീട്ടിൽ ജനിച്ചതും ദാസന്മാരുമായ 318 അഭ്യാസികളുമായി അവർ ചെന്ന് യുദ്ധം ചെയ്ത് സകലത്തെയും തിരിച്ചു കൊണ്ടുവന്നതായിട്ട് തിരുവെഴുത്തുകളിൽ കാണുകയാണ്. യുദ്ധം എവിടെ തുടങ്ങി എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ യുദ്ധം അവിടെയാണ് കാണുന്നത്. ബൈബിളിൽ കൂടെ പഠിക്കുമ്പോൾ യുദ്ധം അവിടെയാണ് കാണുന്നത്. ആ ഭാഗമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുക. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന, ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? അതാണ് കാര്യം. ഒരു പക്ഷി ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ യെരുശലേമിനെ കാത്തുകൊള്ളാമെന്ന്, കാത്തു രക്ഷിക്കുമെന്നും വാഗ്ദത്തം ചെയ്തിട്ട് ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? ഇവിടെയാണ് നമ്മുടെ ദൂത് കിടക്കുന്നത്. നമുക്ക് വേണ്ട ദൂത് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും, നിങ്ങളുടെ ദൈവം വാക്ക് മാറിയില്ലേ? വാക്ക് മാറിയിട്ടില്ല. അത് തീർത്ത് പറയാം, വാക്ക് മാറിയതല്ല. നമ്മളെങ്ങനെയാണോ അങ്ങനെയാണ് ദൈവം. സങ്കീർത്തനം 18 അധ്യായം നമ്മൾ പഠിച്ചു നോക്കിയാലും 25 മുതൽ വായിച്ചു നോക്കിയാൽ അറിയാം. 26, 27 വാക്യങ്ങൾ. അവൻ വക്രനോട് വക്രൻ, നിർമ്മലനോട് നിർമ്മലൻ, ദയാലുവോട് ദയാലു, നീതിമാനോട് ദൈവം നീതിമാന. നമ്മളെങ്ങനെയാണ്? അത് തന്നെയാണ് ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 22-ന്റെ 27, 28 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും കിടപ്പുണ്ട്. ഇതേ വാചകം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെയാണോ അങ്ങനെയാണ് ദൈവം. അല്ലാതെ ദൈവം മാറുന്നതല്ല. പലവട്ടം താക്കീത് കൊടുത്തിട്ടും, പലവട്ടം ആലോചന കൊടുത്തിട്ടും, ആലോചന കൊടുക്കുവാൻ പോയ ഇസ്രായേൽ മക്കൾ, പുരോഹിതന്മാർ ദൈവ വഴി വിട്ട് കുടിച്ചു കൂത്താടി നടക്കുമ്പോൾ
ദൈവവചനം വിട്ടു നടക്കുമ്പോൾ, അശുദ്ധിയിലേക്ക് തിരിഞ്ഞപ്പോൾ, ദൈവത്തോട് മറുത്തു മത്സരിച്ചപ്പോൾ, 95 സങ്കീർത്തനം 10, 11 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെയും കിടപ്പുണ്ട്. എനിക്ക് ഈ തലമുറ, ദൈവം പറയുക, എനിക്ക് ഈ തലമുറകളോട് 40 ആണ്ട് നീരസം തോന്നി. അവർ തെറ്റിപ്പോകുന്ന ജനമെന്നും ദുശാഠ്യമുള്ള ജനമെന്നും ഞാൻ കണ്ടു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന്. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല. ദൈവം ഉറപ്പ് കൊടുക്കുക. ആ കൂട്ടത്തിലൊന്നും പോയിട്ടില്ല, അതെല്ലാവർക്കും അറിയാം. ഏകദേശം 6.5 ലക്ഷത്തിലധികം കാലാളുകൾ എന്ന് പറയുമ്പോൾ 20 വയസ്സിന് മുകളിലുള്ള യൗവനക്കാർ അവിടുന്ന് പുറപ്പെട്ടത്. ഒന്നാമത്തെ പുരോഹിതനായ അഹരോൻ പോയില്ല. ഒന്നാമത്തെ പ്രവാചകിയായ മിരിയാം പോയില്ല. ഇത്രയും ജനത്തെ നയിച്ച് 35.5 ലക്ഷത്തിലധികം ജനത്തെ നയിച്ചുകൊണ്ട് നടന്ന മോശ പോയില്ല. 2 പേര് പോയി. അനുസരണയുള്ള ദൈവവചനം വിട്ടുമാറാതെ ദൈവവചനത്തിൽ അടിയുറച്ച് ദൈവം എന്തു പറയുന്നു അതനുസരിച്ച് ചെയ്ത കാലേബും യോശുവയും മാത്രമേ അവിടെ ചെന്നിട്ടുള്ളൂ. നമ്മുടെ സബ്ജക്റ്റ് അതല്ലല്ലോ. എന്തുകൊണ്ട് ദൈവം മൗനമായിരിക്കുന്നു? ദൈവം ക്ഷമിച്ച് നിങ്ങളങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തു വിളിച്ചത് പാമ്പുകളെ, സർപ്പസന്തതികളെ എന്ന് വിളിച്ചത്. മത്തായി 23 അധ്യായത്തിൽ കിടപ്പുണ്ട്. പാമ്പുകളും സർപ്പസന്തതികളും. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, സ്നാപക യോഹന്നാനും വന്ന് വിളിക്കുന്നു. മർക്കോസിന് സുവിശേഷം 1 അധ്യായത്തിൽ അപ്പം ശുശ്രൂഷിച്ച ഏരിയയിൽ വന്ന് നിന്നിട്ട് വിളിക്കുക സർപ്പസന്തതികളെ. ഈ പരീശന്മാരെ ഇവന്മാരൊക്കെ നോക്കിക്കൊണ്ടാണ് വിളിക്കുന്നത്. ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന, പുറംപുറ്റും കാണിച്ചുകൊണ്ട് നടക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും ഇവന്മാരെ നോക്കിക്കൊണ്ടാണ് വിളിച്ച സക്കറിയാവിൻ്റെ മകനായ സ്നാപക യോഹന്നാൻ സർപ്പസന്തതികളെ എന്ന് വിളിച്ചു. ഇവിടെ യേശുക്രിസ്തു മത്തായി 23:35 കർത്താവായ യേശുക്രിസ്തു വിളിക്കുന്ന പാമ്പുകളെ സർപ്പസന്തതികൾ. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് എവിടെ ഈ സർപ്പസന്തതികൾ വന്ന്? തോട്ടത്തിലാണ് ഒന്നാമത് സർപ്പം കയറിയത്. എൻ്റെ ചിന്താവിഷയം അതല്ല, എങ്കിലും ഞാൻ പറയാം. സർപ്പം കയറിയത് അങ്ങനെയാണെങ്കിൽ ദുർവ്യാഖ്യാനം ആൾക്കാരെടുക്കുക. അതുകൊണ്ടൊരു ചിന്ത തരാം. ഒരുത്തൻ പറഞ്ഞതുപോലെ ഈ സർപ്പം ഹവ്വായിലുണ്ടായതാണ് കയ്യൻ. അതുകൊണ്ടാണ് കയ്യൻ ദുഷ്ടനിൽ നിന്ന് ജനിച്ചവനെന്ന് യോഹന്നാൻ എഴുതിയ 1 ലേഖനം 3:12 പറയുന്നത്. അതുകൊണ്ടാണ് എന്നൊരുത്തൻ പറഞ്ഞതുകൊണ്ട് അതുകൂടെ പറയാം. കയ്യൻ ദുഷ്ടനിൽ നിന്നുള്ളവനല്ലോ എന്ന് കിടക്കുന്നു. എന്നാൽ അടുത്ത ഭാഗം അയാൾക്ക് അറിയത്തില്ല, അത് വായിച്ചിട്ടില്ല. കയ്യൻ എങ്ങനെ ദുഷ്ടനിൽ നിന്നുണ്ടാകുന്നത്? അവർ ആദാം ദമ്പതികൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ 3 അധ്യായത്തിൽ അവരെ തോലുകൊണ്ട് അവരെ തോലുണ്ടാക്കി അവരെ ഉടുപ്പിച്ച് അവരെ തോട്ടത്തിന് വെളിയിലാക്കി കെരൂബുകളെ 3:24 2 കറങ്ങുന്ന കെരൂബുകളെ കാവൽ നിർത്തി മിന്നുന്ന വാളുമായി അവർ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആര് കയറിയാലും വിട്ടുകൊള്ളും. അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുക, അത് വേറൊരു വിഷയത്തിലേക്ക് പോവുക. അപ്പോൾ തന്നെ തിരുവെഴുത്തുകളെ ആധികാരികമായി നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം പഠിക്കണ ഈ പുള്ളികൾ ദുർവ്യാഖ്യാനം നടത്തുന്നത്. പാമ്പിൽ നിന്നാണ് ഹവ്വായ്ക്ക് സന്തതി ജനിച്ചതെന്ന് പറഞ്ഞ പുള്ളികൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. പിന്നെ വലിയ വ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി പേരൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും. വ്യൂസ് ഉണ്ടെങ്കിലല്ലേ ശ്രദ്ധിക്കത്തുള്ളൂ. ആ വലിയ പുള്ളികളൊക്കെ ദുർവ്യാഖ്യാനം നടന്ന ദൈവവചനത്തെ കോട്ടിക്കളയുന്ന പരീശന്മാരും കുരുടരായ ശാസ്ത്രിമാരും പരീശന്മാരും. ആ കുരുടന്മാരെ എന്നാണ് കർത്താവ് വിളിച്ചത്. അവന്മാരൊക്കെ ന്യായപ്രമാണം മുഴുവനും കാണാൻ പഠിച്ചോ അവന്മാരെ വിളിക്കുക കുരുടന്മാരെ. അതുകൊണ്ട് ഈ കുരുടന്മാരൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പാമ്പിൽ നിന്നല്ല കയ്യൻ ജനിച്ചത്. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 1, 2, 3 വാക്യം. ആദാം ഹവ്വായെ പരിഗ്രഹിച്ചു.
എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞ് അവന് കയ്യിനെന്ന് പേരിട്ടു. ഉണ്ടോ? പാമ്പിൽ നിന്നാണ് ഉണ്ടായത്. പിശാചുക്കളും ആ ദൈവവചനത്തെ എടുത്ത് കോട്ടിക്കളയുക. എന്തുകൊണ്ടാ? ദുഷ്ടനിൽ നിന്നല്ല എന്നുള്ള ആ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. കാരണം കയ്യിൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതാ ശരി. കയ്യിൻ ദുഷ്ടത പ്രവർത്തിക്കുന്നവനായിരുന്നു. ജനസിസ് ചാപ്റ്റർ 4 വേഴ്സസ് 7, 8, 9 വാക്യം കൂടെ വായിച്ചു നോക്കിയേ. നീ നന്മ ചെയ്യുന്നു എങ്കിൽ എനിക്ക് പ്രസാദം ഉണ്ടാകുകയില്ലയോ എന്ന് ദൈവം. അപ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നവനല്ല. 2 ദുഷ്ടത പ്രവർത്തിക്കുന്നവനാ. 3 ദോഷം നിരൂപിക്കുന്നവനാ. അതുകൊണ്ടാണ് എഴുത്തിൽ ഒരു ഇത് വന്നത്, കയ്യിൻ ദുഷ്ടത പ്രവർത്തിക്കുന്നു എന്നുള്ള പദം വരേണ്ടതിന് പകരം അവിടെ ദുഷ്ടനിൽ നിന്നുള്ളത് കയറി പിടിച്ചിരിക്കേണ്ട. അത് ഏതൻ തോട്ടത്തിലും കളവിയും അതാ പറഞ്ഞ്, അവിടെ അതാ സംഭവിച്ച. എല്ലാത്തിൻ്റെ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം ഇഷ്ടം പോലെ തിന്ന. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ ഇഷ്ടം പോലെ അങ്ങ് തിന്നു. കിട്ടിയാൽ തിന്നു. ഇപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇഷ്ടം പോലെ ലണ്ടനിലായിരിക്കും ഇഷ്ടം പോലെ തിന്നു. ആപ്പിളിൻ്റെ ഒക്കെ ചുവട്ടിൽ നിന്ന് വയറ് നിറച്ച് തിന്നിട്ടുണ്ട്, ആരെയും നോക്കാതെ. ഷുഗറൊക്കെ ഉണ്ട്, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇഷ്ടംപോലെ തിന്നാന്ന് പറഞ്ഞു. തിന്നരുതെന്ന് പറഞ്ഞു, അതിൽ കയറി പിടിച്ചു. ഉണ്ടോ എന്ന് പറഞ്ഞത് പോലെ കയ്യിൻ ദുഷ്ടത പ്രവർത്തിക്കുന്നവനാ എന്ന് വ്യാഖ്യാനിക്കേണ്ടതിന് പകരം പാമ്പിൽ നിന്നാണ് ജനിച്ചതെന്ന് പാമ്പ് ഹവ്വായെ പറ്റിച്ച് ആ പാമ്പിൽ നിന്ന് ജനിച്ചവനാണ് കയ്യിൽ നിന്ന്. ഉണ്ടോ? ദുർവ്യാഖ്യാനം കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കാരണം അത് യോഹന്നാൻ 3:12 ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7 മുതൽ 9 വരെ വായിച്ചു നോക്കിക്കോ. അപ്പോൾ അറിയാം, അവൻ ദുഷ്ടത പ്രവർത്തിക്കുന്നവനാ, അവൻ നന്മ ചെയ്യാത്തവനാ, അവൻ ദ്രോഹം നിരൂപിക്കുന്നവനാ, ദോഷം പ്രവർത്തിക്കുന്നവനാ. അവനെ പിന്നെ എന്താ വിളിക്കേണ്ടത്? ദുഷ്ടനിൽ നിന്ന് വ്യാഖ്യാനിക്കണോ അതോ ദുഷ്ടത പ്രവർത്തിക്കുന്നവനെന്ന്? ഞങ്ങൾക്ക് ഈ ബൈബിൾ എഴുതുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, അവർക്ക് ദൈവം സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആത്മാവേ ഉള്ളൂ, അല്ലാതെ പരിശുദ്ധാത്മാവൊന്നും അവരിൽ ഇല്ലല്ലോ. പറഞ്ഞു കൊടുത്ത് അതുപോലെ എഴുതി. എഴുത്തുകളിൽ മിസ്റ്റേക്ക് വരാമല്ലോ. 2 ഹൈന്ദവ സഹോദരങ്ങളാണ്, ചാത്തുണ്ണി മേനോന്, വൈദ്യനാഥ അയ്യരുവാണ് ഞങ്ങൾക്ക് ഈ ബൈബിൾ എഴുതുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഹൈന്ദവ സഹോദരൻ്റെ ഭയങ്കര സ്നേഹം. മനസ്സിലായില്ലേ? എനിക്ക് ഇംഗ്ലീഷ് അറിയാത്ത ധർമ്മരാജന് ഈ മലയാളം എഴുതി തന്നതിനായി സ്തോത്രമുണ്ട്. അതിനാണ് സ്തോത്രം പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവവചനത്തെ വചനം കൊണ്ട് വിവേചിച്ച് വചനമാകുന്ന മുഖക്കണ്ണാടിയിൽ കൂടെ നോക്കി ആത്മാവിൽ ചിന്തിക്കാത്ത ഒരാൾക്ക്, ആത്മാവിൽ ധ്യാനിക്കാത്ത ഒരാൾക്ക് ഇതിനകത്തൊന്നും ഒന്നും മനസ്സിലാവില്ല. അതിന് തെളിവ് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. എത്യോപ്യയിലെ മന്ത്രി, ഭക്ഷ്യമന്ത്രിക്ക് പോലും ഒന്നും അറിയത്തില്ല. ഇന്നത്തെ ഭക്ഷ്യമന്ത്രിമാർക്കും ഒന്നും അറിയത്തില്ല. അതാണ് ശരി. അതിന് ഭക്ഷ്യമന്ത്രിയെക്കുറിച്ച് ഇന്നത്തെ മന്ത്രിമാരൊരു കാര്യം കേട്ടോണ്ട്, ദർശനത്തിൽ കൂടെ, സ്വപ്നത്തിൽ കൂടെ ഭക്ഷ്യമന്ത്രിയായ ഒരു വ്യക്തി ഞങ്ങളുടെ ബൈബിളിലുണ്ട്. നിങ്ങളുടെ ബൈബിൾ പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മന്ത്രിമാരൊക്കെ ബൈബിളൊന്ന് വായിക്കുക. ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടുതരാം. ബൈബിൾ വായിക്കുക. 100 രൂപയൊക്കെ കൊടുത്താൽ 100-150 രൂപ കൊടുത്താൽ ഒരു ബൈബിൾ കിട്ടും. ഇനി മന്ത്രിമാർ പൈസ കൊടുക്കാൻ ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ബൈബിൾ കൊണ്ടുതരാം. അത് കൊടുത്തരാം. കാരണം ദർശനത്തിൽ കൂടെ, സ്വപ്നത്തിൽ കൂടെ, സ്വപ്ന വ്യാഖ്യാനത്തിൽ കൂടെ മന്ത്രിയായ ഒരാളാണ് യോസഫ്. ഫറവോന്റെ നാട്ടിൽ, മിസ്രൈമിൽ, ഇന്നത്തെ ഈജിപ്തിൽ ക്ഷാമം വരുന്നെന്ന് കണ്ടപ്പോൾ സാധനം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യിപ്പിച്ചു. ഇതുള്ളതെല്ലാം കൂടെ അടിച്ചു മാറ്റി എവിടെയൊക്കെ കൊണ്ട് കൂട്ടി വച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. പക്ഷെ ദർശനത്തിൽ കൂടി ഒരൊറ്റ ഒരു മന്ത്രിയേ ഉള്ളൂ. അത് ഞങ്ങളുടെ ബൈബിൾ പറയുന്ന യോസഫാണ്. ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെയുള്ള ചാപ്റ്റർ നിങ്ങൾ വായിച്ചുണ്ടാകും.
ഇന്നുള്ളതൊക്കെ അടിച്ചു മാറ്റിയല്ലേ. പണ്ടൊരാൾ പറഞ്ഞതുപോലെ ചെണ്ടയും മദ്ദളവും ചിഞ്ചിലും കൂടെ പറയും 3 കാര്യമാണ് പറയുന്നത്. ഒന്ന്, അക്കരെ 10 പണം കിട്ടാനുണ്ട്. ചെണ്ട പറയും അക്കരെ 10 പണം കിട്ടാനുണ്ട്. അപ്പം മറ്റേ മദ്ദളം പറയും ഇപ്പം കിട്ടും, ഇപ്പം കിട്ടും, ഇപ്പം കിട്ടും. എന്നിട്ട് ആ ചിഞ്ചിൽ പറയുന്ന കാര്യം എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് എന്നെക്കാളും ബുദ്ധിയുള്ളവർ അത് ഊഹിച്ചെടുത്തോളൂ. ആ ജിഞ്ചിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറയുന്നത് ഞാൻ പറയുന്നില്ല, അത് ഇത് പലരും കേൾക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ അടിച്ചു മാറ്റി. ശബരിമലയിലെ പോലും ആ ഇനി ദൈവമേ അടുത്ത ഭരണം ഇനി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും കോൺഗ്രസ് വരുമെന്നുള്ള ഉറപ്പാണ്, അതിന് ഒരു മാറ്റവും ഇല്ല. കോൺഗ്രസ് വരുമെന്ന് 80-നും 90-നും ഇടയ്ക്ക് അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇവന്മാർ തമ്മിൽ അടിയൊക്കെ ആയതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞു. 80-നും 90-നും ഇടയ്ക്ക് ഭരണം പിടിച്ച് കോൺഗ്രസ് വരും. അല്ല, ഞാനത് പറയാനുള്ള കാര്യം ആര് വന്നാലും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ആര് വന്നാലും അയ്യപ്പനെ മോട്ടിച്ചുകൊണ്ട് പോകരുത്, അത് മാത്രമേ പറയുന്നുള്ളൂ. ഇനി അതുകൂടെ ഉള്ളു മോട്ടിക്കാൻ, ബാക്കിയെല്ലാം മോട്ടിച്ചു. അതുകൊണ്ട് ഞാനിതൊന്നും രാഷ്ട്രീയമോ ഒന്നും പറയുന്നതല്ല. ആര് വന്നാലും ആര് ഭരിച്ചാലും ഞങ്ങൾ കഷ്ടപ്പെട്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നു. ഞാനതുകൊണ്ട് പറയുക. എന്താ നമ്മുടെ സബ്ജക്റ്റ് എന്താ? ഞാൻ പെട്ടെന്ന് നിർത്തുക, ഒത്തിരി കൂടിപ്പോകുന്നെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർക്ക് പാസ്സായ നെറ്റിന് പൈസ കൂടെ തരുമെങ്കിൽ ഞങ്ങൾ മൊത്തം കേൾക്കാമെന്ന് ഒരുത്തം പറയുക. അവന് നേരം വെളുത്ത് വൈകുന്നേരം മൊബൈൽ മാന്തി ഫേസ്ബുക്കും കണ്ടുകൊണ്ടിരിക്കാൻ പൈസയുണ്ട്, നെറ്റ്. ഈ 1 മണിക്കൂർ മെസ്സേജ് കേൾക്കാൻ അവന് സമയമില്ലെന്ന് കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ട്. കൂടിപ്പോകുന്നെന്ന്. ഒരു പീസ് എടുത്ത് കട്ട് ചെയ്തിടാൻ, ഞാൻ അലുവയാണോ ഇത് പീസ് കട്ട് ചെയ്തിടാൻ വേണമെന്നുള്ളൊരു കേട്ടാൽ മതി. കേൾക്കാൻ ചെവികളോ കേൾക്കട്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. 7 സഭകളോട് ദൂത് പറയുമ്പോൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാ. എനിക്ക് നിങ്ങൾ കേൾക്കണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബിൽ കയറി നോക്ക്, 100 പേര് കണ്ടവരുണ്ട്, 70 പേര് കണ്ടവരുണ്ട്, 1500-ലധികം പേര് കണ്ടവരുണ്ട്. ഏറ്റവും കൂടുതൽ അതാ. നമുക്കിവിടെ വ്യൂസല്ല വിഷയം. ഒരാളെങ്കിലും മാനസാന്തരപ്പെടണം, സത്യമറിയണം, തിരുവെഴുത്തുകളിൽ കൂടെ സത്യമറിയണമെന്ന്, സത്യമറിയണം. അതുകൊണ്ട് നമുക്കിവിടെ എതിരുകളൊന്നുമില്ല, ആരോടുമില്ല. എല്ലാവരും സ്നേഹിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഓരോരുത്തരും മത്സരിക്കുന്നു, ഞങ്ങളുടെ കാട്ടാക്കട മണ്ഡലത്തിലും മത്സരിക്കുന്നു. ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പലരും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കും. അത് മാത്രമല്ല, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഈ യുദ്ധക്കെടുതി നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായി പറയുന്ന, ധൈര്യത്തോടെ പറയുന്നതിൻ്റെ ഏക കാരണം അതാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇനി എൻ്റെ ചിന്താവിഷയത്തിൽ ദൈവം മൗനമായിരുന്നതിൻ്റെ കാരണം, അതിൻ്റെ ഏക കാരണം ഇത്രയേ ഉള്ളൂ: ഇസ്രായേൽ ജനത്തിൻ്റെ പാപം. അതുകൊണ്ടാണ് ദൈവം മിണ്ടാതിരിക്കുന്നത്, അല്ലാതെ ദൈവം വാക്ക് മാറിയിട്ടൊന്നുമില്ല. നിങ്ങൾ ആ യെശയ്യാപ്രവചനം 31 വായിച്ചു നോക്ക്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ അന്യജാതിക്കാരൻ്റെ കയ്യിലേൽപ്പിച്ചു? അന്യജാതിക്കാരൻ രാജാവായിക്കൂടാ. ഞാനത് പ്രവചനത്തെക്കുറിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അശൂര്യൻ്റെ കയ്യിലേൽപ്പിച്ചു. ഹോശേയ 11:5. ഏൽപ്പിക്കാനുള്ള കാരണം ഇവന്മാർ പാപം ചെയ്യുക. ജീവനിൽ ജീവനായ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം യവന്മാരിന് മോശ താമ്രസർപ്പത്തെ ഉണ്ടാക്കി, ഹോരേബ് പർവ്വതത്തിൽ വെച്ച് താമ്രസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കാൻ ദൈവം പറഞ്ഞതാ. അതിന് യോഹന്നാന്റെ സുവിശേഷം 3:16 കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. എന്താ പറഞ്ഞത്? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ നിങ്ങൾ യേശുക്രിസ്തുവിനെയും ഉയർത്തേണ്ടതാകുന്നു. അവിടെ ഒരു നിഴൽ പോലെ നിൽക്കുന്നു.
അതിനെയൊക്കെ വിശദീകരിച്ച് ഈ താമ്ര സർപ്പത്തെക്കുറിച്ച് വിശദീകരിച്ച് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് കേട്ടാൽ മതി. വേണമെങ്കിൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലാത്തവർ കേൾക്കണ്ട. പറയുക എന്നുള്ളത് ഞങ്ങളുടെ കടമ, കേൾക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമ. അത് വേണോ, എങ്ങനെ എടുക്കണമോ, നല്ലതായിട്ട് എടുത്താൽ നിനക്ക് വിടുതൽ, അതിനെ ദുർവ്യാഖ്യാനം ചെയ്താൽ അത് നിനക്ക് ശാപം. ഇതാണ് കാര്യം. അതുകൊണ്ട് ദൈവം നമ്മെയും കാത്തു പരിപാലി, നമ്മുടെയൊക്കെ കുറവുകൾ നോക്കിയാൽ എന്തെല്ലാം തെറ്റുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ എല്ലാം വിടാം. നമ്മുടെ സഹോദരങ്ങളാ, എല്ലാവരും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരാ. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ചോദിച്ചതുപോലെ എൻ്റെ പാപത്തെക്കുറിച്ച് ആർ ബോധം വരുത്തുക. നിങ്ങൾ പറയാനെങ്കിലും ധൈര്യമായിട്ട് ഞാൻ ചോദിക്കുക, ഉണ്ടാക്കിയിട്, കമൻ്റ് ഇട്. ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, ആരുടെ മുമ്പിൽ തലകുനിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഇന്ന് വരെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ആരുടെ മുമ്പിൽ പോയി തല വെച്ചു കൊടുക്കാനും അനുവദിച്ചിട്ടില്ല. അത് വേറെ സത്യം. ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് കുറേ എണ്ണത്തിനൊക്കെ എതിർപ്പൊക്കെ ഉണ്ട്. അത് യേശുക്രിസ്തുവിനെ എതിർത്ത ലോകമായത്. അതുകൊണ്ട് എനിക്ക് വിഷയമില്ല. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. അപ്പം ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യം, അവരോടും പടക്കമില്ല, ആരോടും പടക്കമില്ല. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു വാക്ക് പ്രാർത്ഥിക്കും, അതല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, ഞാനിവിടെ നിർത്തട്ടെ. പ്രാർത്ഥിക്കാനായി സമയം വെറുതിരിക്കുകയാണ്. ഒരു ചോദ്യമാണ്, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ കാക്കാമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനകത്ത് എന്തുകൊണ്ടാണ് ഈ തീ കത്തുന്നത്? എന്താ ഇവർക്ക് തടയാനൊന്നും അറിയത്തില്ലേ? അറിയാം, ആയുധങ്ങളുണ്ട്. പക്ഷെ ശത്രു ആരാണെന്ന് ഇവർക്കറിയില്ല. ഇവരൊക്കെ വിചാരിച്ചതുപോലെ, ഇവരുടെയൊക്കെ ബുദ്ധി അനുസരിച്ചൊക്കെ വ്യാഖ്യാനിച്ചതുപോലെ, വിചാരിച്ചതുപോലെ യേശുക്രിസ്തുവിനെ പോലും ക്രൂശി സ്വന്തം ഗോത്രത്തിൽ ജനിച്ച, യഹൂദ ഗോത്രത്തിൽ ജനിച്ച യേശുക്രിസ്തുവിനെ പോലും ക്രൂശിക്കുക എന്ന് വിളിച്ച് ആർപ്പിട്ടവന്മാര് ശാപന്മാരുടെ മേൽ കിടപ്പുണ്ടെന്ന്. ഒന്ന് യേശുക്രിസ്തുവിൻ്റെ ശാപം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്നും പറഞ്ഞ് വിളിച്ച് ചോദിച്ചു വാങ്ങിച്ചു ഒരു ശാപം. 2, നിരപരാധിയായ പ്രവാചകന്മാരെ മുഴുവനും കല്ലെറിയുകയും കൊന്നുമുടിക്കുകയും ചെയ്തു, വാളാൽ വെട്ടുകയും ചെയ്തു. 2ാമത്തെ ശാപം. 3ാമത്തെ ശാപം, യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, സേവിക്കരുത്, ഉണ്ടാക്കരുത്. അതാണ് പറഞ്ഞത്. അത് ബാക്കി പിന്നെ സേവിക്കണ വേണ്ടത് അവരവരുടെ തീരുമാനം. ഉണ്ടാക്കരുത്, ഉണ്ടാക്കിയാൽ സേവിക്കും. മദ്യം നിർത്തലാക്കണമെന്ന് കൊടി പിടിച്ചു കഴിഞ്ഞാൽ മദ്യം കുടിക്കും മനുഷ്യൻ. ആദ്യം മദ്യം ഉണ്ടാക്കരുത്. അതല്ലേ നാരായണ ഗുരു പറഞ്ഞത്? മദ്യം ഉണ്ടാക്കരുത്. ശ്രീനാരായണ ഗുരു പറഞ്ഞ ഭക്തൻ പറഞ്ഞു, മദ്യം ഉണ്ടാക്കരുത്, ഉണ്ടാക്കിയാൽ സേവിക്കുമെന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം ആദ്യം പറഞ്ഞു ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ കുടിക്കും. ബീഡി വലിക്കരുതെന്ന് പറയാൻ പറ്റുമോ? എടാ, ബീഡി കമ്പനി വേണ്ട, ഞാൻ പറഞ്ഞിട്ടല്ല, നിങ്ങൾ നിർത്തരുത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യാണ്. സാധനം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം കേരളത്തിലാണെങ്കിൽ വേറൊരു സാധനം കൂടെ പുതിയൊരു ബ്രാൻഡ് ഇറങ്ങി അതിൻ്റെ പേരിടുന്നവർക്ക് 10,000 രൂപയെന്ന്. 10,000 ഉലുവ. മദ്യം നിർത്തുമെന്നും പറഞ്ഞിട്ടൊക്കെ കയറി. അവസാനം എന്താ സംഭവിച്ചത്? പോട്ടെ, ഞാൻ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ ഇറങ്ങുന്നില്ല. നമ്മൾ കുറേയൊക്കെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നല്ലേ, അതൊക്കെ കണ്ട് വിഷമം കൊണ്ട് പറഞ്ഞു ഓരോന്നൊക്കെ കുടിച്ച് കൂത്താടി റോഡിലൊക്കെ കിടക്കുന്ന കണ്ടിട്ടായി പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത് കോൺഗ്രസ് വന്നെന്ന് വിചാരിക്കട്ടെ, അവർ വിചാരിച്ചാൽ മദ്യം നിർത്താൻ പറ്റുമോ? നല്ല വരുമാനം കിട്ടുന്നതിൽ അവർ നിർത്താൻ പറ്റുമോ? ഇതൊന്നും നടക്കില്ല, നടക്കാത്ത കാര്യങ്ങളാ. ഇനി അനീതിയുടെ കാലങ്ങളാ. ഇനി സ്വസ്ഥതയുടെ കാലങ്ങളൊന്നും ഇല്ല. സമാധാനത്തിൻ്റെ ഒന്നുമില്ല. ഒരു പരിപാടി നടക്കില്ല. ആര് ഭരിച്ചാലും നടക്കില്ല.
ആര് ഭരിച്ചാലും നടക്കില്ല. അതുകൊണ്ട് ദൈവമക്കൾ എന്ത് ചെയ്യുക? ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. അതേ പറയാൻ പറ്റുന്നുള്ളൂ. നമുക്ക് ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥനയുടെ ഒരു വിഷയം മാത്രമാണ് പറഞ്ഞത്. ഒരാളെന്നോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ യെരൂശലേമിനെ ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ നിങ്ങളുടെ ദൈവം കാക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കാക്കുന്നില്ല, എന്തുകൊണ്ട് അവിടെ തീ വീഴുന്നെന്ന് ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിതിട്ട്. ഒരാളല്ല, ഒത്തിരി പേര് പറഞ്ഞു. ദേവദാസന്മാരൊക്കെ എന്നെക്കാൾ സാട്ടന്മാരെ ദേവദാസ് അനിൽ കൊടുത്തോട്ടം, ഷമീർ കൊല്ലം, ഇവരൊക്കെ ദേവദാസന്മാരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ. എനിക്ക് അത് അവരുടെ കൂട്ടൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയല്ല. അവരോട് പഠിപ്പോ പാണ്ഡിത്യമോ ഒന്നും നമുക്കില്ല. പക്ഷേ ഒരു കാര്യം, അവരൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു. പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് വേറെ സത്യം. ബിബ്ലിക്കലി 66 പുസ്തകത്തിനകത്തു നിന്ന് അടിസ്ഥാനത്തിലായിരുന്നു. നമുക്ക് ചരിത്രമൊന്നും അറിയില്ല. എനിക്ക് 66 പുസ്തകം അടിസ്ഥാനം. അതിനകത്ത് നിന്ന് ഓപ്പോസിറ്റ് ആര് പറഞ്ഞാലും അംഗീകരിക്കില്ല. അതിന് എത്ര വലിയ പുള്ളി എന്ന് പറഞ്ഞാലും, ഈ 4 PhD എടുത്തെന്ന് പറഞ്ഞാലും അംഗീകരിക്കില്ല. പ്രൂഫ് ദൈവവചനത്തിലില്ലാത്ത ഒരു കാര്യം ആര് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല. എൻ്റെ സ്വഭാവം. ഞങ്ങളൊക്കെ എഴുതി പഠിക്കുന്നവരാ, മനസ്സിലായില്ലേ? ബൈബിൾ എഴുതി പഠിക്കുക, വാക്യങ്ങൾ എഴുതി പഠിക്കുക, എഴുതിയാണ് പ്രോത്സാഹിക്കുന്നത്. ഞങ്ങൾ നോക്കി ഇതാണ്ട് ശാന്തമായ അന്തരീക്ഷം. ഇതിപ്പോൾ പെന്തക്കോസ്തുകാർക്ക് മാത്രമൊന്നുമല്ല ഇതിനകത്ത് ഇടുന്നത്. നമുക്ക് ഡിനോമിനേഷനൊന്നുമില്ല. നമ്മളിത് ഹൈന്ദവ സഹോദരങ്ങൾ കാണുന്നുണ്ട്, മുസ്ലിം സഹോദരങ്ങൾ കാണുന്നുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ, മതി. ഒരു കൊച്ചു കൂട്ടം എന്ന് പറഞ്ഞാൽ തനിച്ച് പാർക്കുന്ന ഒരു ചെറിയൊരു കൂട്ടം. അതാണ് ഞങ്ങൾ ന്യൂ ഹോപ്പ് മിസ്പ പ്രയർ ഫെലോഷിപ്പ്. തനിച്ച് പാർക്കുന്ന ബിലിയാമിന് അങ്ങനെ ഒരു ദർശനം കിട്ടിയതിനായി സ്തോത്രം. ഇന്നത്തെ പ്രവാചകന്മാർക്ക് ആ ഒരു ദർശനമൊന്നുമില്ല, വലിയ കൂട്ടത്തെ നോക്കിയാണ് പോകുന്നത്. പുള്ളി പറഞ്ഞു തനിച്ച് പാർക്കുന്ന ഒരു ചെറിയ കൂട്ടം, അത് മതി. പിന്നെ കർത്താവ് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ തൊഴുത്തിൽപ്പെടാത്ത അനേകർ എനിക്ക് പുറത്തുണ്ട്, അവർക്കും കൂടിയാണ് യേശുക്രിസ്തു രക്തം ഒഴിക്കിയത്. ആ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മെ കഴുകട്ടെ, ശുദ്ധീകരിക്കട്ടെ. ആരും വേദനിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും അല്ല പറഞ്ഞത്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഓരോരുത്തരും ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായി പറയുന്നത്. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. തിരുവെഴുത്തുകളിൽ കൂടെ പലരുടെയും ചോദ്യത്തിനൊരു മറുപടിയായി കർത്താവെ തിരുവെഴുത്തുകളിൽ കൂടെ ചൂണ്ടിക്കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ, നന്ദി പറയുന്നു. അടിയനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രധാനമന്ത്രി, പ്രസിഡന്റ്, എല്ലാവരെയും ഭരണാധികാരി 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇലക്ഷൻ നടക്കുന്ന കർത്താവ് ഓരോ സംസ്ഥാനങ്ങളെ ഓർത്ത് തമിഴ്നാട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം, ബംഗാളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യണമേ. ഓരോരുത്തർക്ക് സമാധാന സന്തോഷത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക ദൈവം കൃപ കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ രോഗിയായി കിടക്കുന്നവർ, കടഭാരത്തിലായിരിക്കുന്നവർ, ഭവനമില്ലാത്തവർ എല്ലാവരെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ പ്രവൃത്തി, വലിയ പ്രവൃത്തികൾ ഈ നാളുകൾ കാണുവാൻ ദൈവം ഇടയാക്കണം. ലോക രാഷ്ട്രങ്ങൾ തമ്മിൽ ആ യുദ്ധക്കെടുതികൾ എല്ലാം മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് രാഷ്ട്രത്തലവന്മാർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ദൈവദാസന്മാർക്കായി, ദൈവദാസിമാർക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജയിലിൽ കിടക്കുന്ന കർത്താവെ 1200-ലധികം പേർ ആ ജയിലിൽ സുവിശേഷം മൂലം കിടക്കുന്നത് കേൾക്കുവാനിടയായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിൽ സമാധാന സന്തോഷവും ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടുത്തണമേ. പോലീസ് അധികാരികൾ, രാജ്യം കാക്കുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അടിയനെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അല്പസമയം തിരുവചനം ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി ഒരിക്കൽ കൂടി മഹത്വവും സ്തുതി എല്ലാം അപ്പൻ അർപ്പിക്കുന്നു. എല്ലാ മഹത്വം ഇവിടുന്ന് പ്രാർത്ഥന കേട്ടുവല്ലോ. നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ. അവണ്ടല്ലി ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.